ഹായ് വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് കിടക്കുന്നത്. ലാസ്റ്റിൽ നമ്മൾ 1916 വരെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ 1916 അടുത്ത വർഷം 1917 മുതൽ എന്ന് പറഞ്ഞാൽ ഈ 1917 എന്ന വർഷം തൊട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയും ഗാന്ധിയൻ ഇറ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 1917 മുതൽ അങ്ങോട്ടുള്ള കാരണം ഈ 1917 അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗാന്ധിയൻ ഇറ എന്ന് എന്ത് ചെയ്തത് വിശേഷിക്കുന്നത്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നമ്മുടെ ചാപ്റ്ററാണ് ഇന്ത്യൻ മോഡേൺ ഹിസ്റ്ററിയിലെ ഗാന്ധിയൻ ഇറ എന്ന് പറയുന്ന കാലഘട്ടം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ജസ്റ്റ് ഗാന്ധിജിയെ പറ്റി ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഗാന്ധിജി അല്ലേ, 1869 നമ്മുടെ ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത് കേട്ടോ. ഗാന്ധിജിയുടെ ജന്മവർഷം അത് നോട്ട് ചെയ്ത് വെച്ചോ, ചോദിക്കും കേട്ടോ. എന്നാണ് 1869 1869 നമ്മുടെ ഗുജറാത്തിലെ പോർബന്തറിലായിരുന്നു ആരുടെ ജനനം? ഗാന്ധിജിയുടെ ജനനം. അത് കഴിഞ്ഞ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഉപരിപഠനത്തിനായി ലണ്ടനിൽ പോവുകയും ലണ്ടനിൽ പോയിട്ട് അദ്ദേഹം ലോ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസമൊക്കെ അദ്ദേഹത്തിന് നമുക്കറിയാം, ഗാന്ധി ഒരു അഡ്വക്കേറ്റ് ആണല്ലേ. അദ്ദേഹം ലോയൊക്കെ പഠിച്ചത് എവിടെ പോയാൽ ലണ്ടനിൽ പോയിട്ടാണ് ലോയൊക്കെ പഠിച്ചത്. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഇന്ത്യയിൽ വരുന്നതിന് ശേഷം ഗുജറാത്തിലെ ഒരു വ്യാപാരിയുടെ കേട്ടോ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പരമായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മുടെ ഗാന്ധിജി ഗുജറാത്തിൽ നിന്നും വീണ്ടും സൗത്ത് ആഫ്രിക്കയിലേക്ക്, അദ്ദേഹത്തിൻ്റെ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്ന യാത്ര എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ട ലോ പ്രാക്ടീസിന് വേണ്ടിയാണ്. അപ്പം ശ്രദ്ധിക്കണം കേട്ടോ, ഗാന്ധി പഠിച്ചത് ലണ്ടനിൽ പോയി അല്ലേ, ലണ്ടനിൽ പോയി പഠിച്ചു, തിരിച്ചു വന്നു. ലോ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? സൗത്ത് ആഫ്രിക്ക. നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ പോകുന്ന കാര്യമൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പലകഥയിലും കേട്ടിട്ടുണ്ടല്ലേ. കാരണം സൗത്ത് ആഫ്രിക്കയിൽ പോകുകയും അവിടുത്തെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ അല്ലേ ഗാന്ധിജിയെ വലിച്ചെറിച്ച് വിടുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ബ്രിട്ടീഷുകാർ അല്ലേ. അങ്ങനെ അതിനു വേണ്ടിയാണ് ഗാന്ധിജി എവിടെ പോയത്? സൗത്ത് ആഫ്രിക്കയിൽ പോയത്. അങ്ങനെ സൗത്ത് ആഫ്രിക്കയിൽ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനം ഗാന്ധിജി തിരിച്ച് എവിടെ എത്തും? അതായത് ഗാന്ധിജിയുടെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി തിരിച്ച് ഇന്ത്യയിൽ എത്തും. അത് ഏത് വർഷം ആണ് ചോദ്യം കേട്ടോ. ഗാന്ധിജി ഏത് വർഷമാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും റിട്ടേൺ ഇന്ത്യയിൽ വന്നത്? ഏത് വർഷം എന്നറിയോ? 1915 ജനുവരി 9 കേട്ടാ. 1915 ജനുവരി 9 ആര് തിരിച്ചെത്തും? ഗാന്ധിജി തിരിച്ച് റിട്ടേൺ ഇന്ത്യയിലെത്തും. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഗാന്ധിജി തിരിച്ച് ഇന്ത്യയിൽ വന്ന സമയത്ത് എത്രയായിരുന്നു ഗാന്ധിജിയുടെ പ്രായം കേട്ടാ. ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, ഇൻട്രസ്റ്റ് ചോദ്യമാണ്. 1915 ഗാന്ധി തിരിച്ച് ഇന്ത്യയിൽ വന്നപ്പോൾ എത്രയായിരുന്നു ഗാന്ധിജിയുടെ ഏജ്? എത്രയാടാ? നമുക്കവിടെ ഈസിലി കണ്ടുപിടിക്കാം. കാരണം എന്താ, ജനിച്ച വർഷം അറിയാമല്ലോ. എത്രയാ? 69 അല്ലേ. അപ്പം കൂട്ടിയാൽ മതി. 79 89 99 1909 അല്ലേ. അപ്പം തന്നെ 40 15 എത്രയായി? 46-ാമത്തെ വയസ്സ് അല്ലേ. 46-ാമത്തെ വയസ്സിലാണ് ഗാന്ധിജി തിരിച്ച് എവിടെ എത്തുന്നത്? ഇന്ത്യയിൽ എത്തുന്നത്. എന്നാ? 1915 ജനുവരി 9. അതുകൊണ്ടാണ് നമ്മൾ ജനുവരി 9 നമ്മളൊരു ഡേ ആഘോഷിക്കും അല്ലേ, നാഷണൽ പ്രവാസി ദിവസ് അല്ലേ, ദേശീയ പ്രവാസി ദിനം. എന്നാണ് ദേശീയ പ്രവാസി ദിനം? ജനുവരി 9 അല്ലേ. നാഷണൽ പ്രവാസി ദിവസ് എന്നാണ് ജനുവരി 9 ദേശീയ പ്രവാസി ദിനമായി നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഘോഷിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്? ഗാന്ധിജി തിരിച്ച് ഇന്ത്യയിൽ വന്ന വർഷമാണ് ഏത്? 1915 ജനുവരി 9 എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആരെത്തുന്നത്? നമ്മുടെ ഗാന്ധിജി എത്തിപ്പെടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകണം. അങ്ങനെ 1915 ഗാന്ധി ഇന്ത്യയിൽ എത്തിപ്പെടുകയും നമുക്കറിയാം ഗാന്ധി ഏത് സംഘടനയിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരാളാണ്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അല്ലേ. അങ്ങനെ ഗാന്ധിജി ഇന്ത്യയിൽ വന്നതിന് ശേഷം നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സെഷനാണ് നമ്മുടെ 1916 നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് ലക്നൗ സെഷൻ അല്ലേ. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനായിരുന്നു 1916 ലക്നൗ സെഷൻ. ലക്നൗ പാക്റ്റ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. അങ്ങനെ ഈ ലക്നൗ സെഷനിൽ ആര് പങ്കെടുക്കും? നമ്മുടെ
ഗാന്ധിജി പങ്കെടുക്കും. ഈ ലക്നൗ സെഷനിൽ ആര് പങ്കെടുക്കൂടാ? നമ്മുടെ ഗാന്ധി പങ്കെടുക്കുകയും അങ്ങനെ നമുക്കറിയാം ആ സെഷൻ്റെ ഏറ്റവും പ്രത്യേകത, ആ സെഷനിൽ ഒരുപാട് മുതിർന്ന നേതാക്കന്മാരൊക്കെ അന്ന് പങ്കെടുത്ത ഒരുപാട് വളരെ നമ്മുടെ ഗാന്ധിജി, നെഹ്റു അല്ലേ, നമ്മുടെ മുസ്ലിം ലീഗ് പോലും മുഹമ്മദ് അലി ജിന്ന പോലും ഒക്കെ പങ്കെടുത്ത ഒരു സെഷൻ കൂടിയാണ് അല്ലേ, എസ്പെഷ്യലി അത് ഈ 16th ലക്നൗ സെഷൻ അല്ലേ. അങ്ങനെ ഈ സെഷനിൽ വെച്ച് നമ്മുടെ ഗാന്ധിജി ഒരു വ്യക്തിയെ പരിചയപ്പെടും കേട്ടോ. ഈ സെഷനിൽ വെച്ച് ഗാന്ധിജി എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തി എന്ത് ചെയ്യും? പരിചയപ്പെടും. അപ്പോൾ ആ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ഈ ബീഹാർ ഉണ്ടല്ലോ, നമ്മുടെ ഇന്നത്തെ ബീഹാറിലെ ഒരു ലോക്കൽ ലീഡറായിരുന്നു കേട്ടോ. ഒരു ബീഹാറിലെ ഒരു ലോക്കൽ ലീഡറായിരുന്നു ആര്? നമ്മുടെ ഈ പറയുന്ന വ്യക്തി. അങ്ങനെ പുള്ളിയും ഗാന്ധിയും തമ്മിലുള്ള ഒരു സംസാരത്തിനിടയിൽ നമ്മുടെ ആ വ്യക്തി പറയും ഗാന്ധിജിയോട്, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ, അതായത് ബീഹാറിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വലിയൊരു സമരം സംഘടിപ്പിക്കുന്നു. അപ്പോൾ ആ സമരത്തിൻ്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ അവരുടെ നാട്ടിൽ നിലനിന്നിരുന്ന തിങ്കത്തിയ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെതിരെയായിരുന്നു. തിങ്കത്തിയ സിസ്റ്റം കേട്ടോ. നമ്മുടെ ബീഹാറിലെ ഈ പറയുന്ന ഗ്രാമം, അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പേര് വേറെ ഒന്നുമല്ല, ചമ്പാരൻ എന്നാണ് കേട്ടോ. ബീഹാറിലെ ചമ്പാരൻ എന്ന് പറയുന്ന ഗ്രാമത്തിലെ കർഷകർമേൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്ന ഒരു നിയമമായിരുന്നു തിങ്കത്തിയ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തിങ്കത്തിയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഗ്രാമത്തിലെ കർഷകരുടെ, അവർക്ക് പ്രോപ്പർട്ടി കാണുമല്ലോ, പാടങ്ങൾ കാണുമല്ലോ, അവരുടെ പ്രോപ്പർട്ടിയുടെ 23 വശങ്ങളിൽ കേട്ടോ, 23 പാർട്ടിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇൻഡിഗോ കൃഷി ചെയ്യണം. അത് ഉറപ്പായിട്ടും ചെയ്തേ പറ്റും കേട്ടോ. അത് ഉറപ്പായും അത് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളിപ്പം ഈ കർഷകൻ വല്ല നെൽകൃഷിയോ ഗോതമ്പൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും അയാളുടെ 23 ഭാഗങ്ങളിൽ എന്ത് കൃഷി? ഇൻഡിഗോ കൃഷി ചെയ്യണം. എന്ത് കൃഷി ചെയ്യണം? ഇൻഡിഗോ കൃഷി ചെയ്യണം. അതാണ് എന്ത് സിസ്റ്റം? തിങ്കത്തിയ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അത് വലിയൊരു ചൂഷണമായതുകൊണ്ട് തന്നെ അതിനെതിരെ ചമ്പാരനിലെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു സമരം സംഘടിപ്പിക്കുന്നു. അപ്പോൾ ആ സമരത്തിലേക്ക് നമ്മുടെ ഈ പറയുന്ന വ്യക്തി, അതിൻ്റെ പേരാണ് രാജ്കുമാർ ശുക്ല എന്ന് പറയും കേട്ടോ. ഈ രാജ്കുമാർ ശുക്ല ഗാന്ധിജി എന്ത് ചെയ്യുന്നു? ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഗാന്ധിജി ഇതിൽ പങ്കെടുക്കുക എന്ന് പറയും. ഈ സമരത്തിൽ, ഈ ചമ്പാരനിലെ ഈ സമരത്തിലേക്ക്. അങ്ങനെ 1917 ഗാന്ധിജി ആ സമരത്തിൽ പങ്കെടുക്കും. അങ്ങനെ ഗാന്ധി പങ്കെടുത്ത ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹ. ഏത് വർഷം കേട്ടോ? വർഷം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ധാരാളം തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ചമ്പാരൻ ഏത് വർഷമാണ്? 1917 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ഏത്? ചമ്പാരൻ സത്യാഗ്രഹ കേട്ടോ. ഗാന്ധിജിയുടെ ആദ്യത്തെ എന്ത് സമരമാണ്? ഒരു ഇൻഡിഗോ റവല്യൂഷനാണ് അല്ലേ, നമ്മുടെ ഇൻഡിഗോ അല്ലേ, ബ്രിട്ടീഷുകാരുടെ തിങ്കത്തിയ സിസ്റ്റം. തിങ്കത്തിയ സിസ്റ്റത്തിനെതിരെ ഇൻഡിഗോ കർഷകർ നടത്തിയ ഒരു പ്രധാനപ്പെട്ട സമരമാണ് ഇത് 1917 ചമ്പാരൻ സത്യാഗ്രഹ. ആ സമരത്തിൽ ആര് പങ്കുചേരും? ഗാന്ധി പങ്കെടുക്കുകയും ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഏത്? ചമ്പാരൻ സത്യാഗ്രഹ. ചമ്പാരൻ ഏത് സ്റ്റേറ്റാ? ചമ്പാരൻ ബീഹാറിലാണ്. എവിടെയാണ്? ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഗാന്ധി പങ്കെടുക്കുകയും ഈ സമരം എന്തായി മാറി? വിജയിച്ചു കേട്ടോ. ബ്രിട്ടീഷുകാര് തിങ്കത്തിയ സിസ്റ്റം ഇവിടെ പിൻവലിക്കും, ചമ്പാരനിൽ പിൻവലിക്കും. അങ്ങനെ ഗാന്ധി പങ്കെടുത്ത ആദ്യത്തെ സമരം എന്തായി മാറുകയും ചെയ്തു? സക്സസ് ആയി മാറുകയും ചെയ്തു. അപ്പോൾ ചമ്പാരൻ ഏത് വർഷം? 1917. തീർന്നില്ല, തൊട്ടടുത്ത വർഷം 1918 ഗാന്ധിജി 2 സമരങ്ങളിൽ കൂടെ എന്ത് ചെയ്തു? പങ്കെടുത്തു. അത് ഗുജറാത്തിലാണ് കേട്ടോ. 1918 ഗാന്ധി അടുത്ത് 2 സമരങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനമാണ് 18 അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ്. നമുക്കറിയാം ഗുജറാത്തിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ്, സിറ്റിയാണ് അഹമ്മദാബാദ്. അഹമ്മദാബാദിലെ ഒരു മില്ലിൽ കേട്ടോ, മിൽ സ്ട്രൈക്ക്, ഒരു മിൽ സമരമാണ് ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ 1918 നമ്മുടെ അഹമ്മദാബാദ് പ്രദേശങ്ങളിൽ നമ്മുടെ പ്ലേഗ് അസുഖം, നമ്മൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ടല്ലേ, കോൺഗ്രസ് പാർട്ടിയുടെ സമയത്തൊക്കെ, ഫോർമേഷൻ സമയത്തൊക്കെ പ്ലേഗ് എന്ന അസുഖം, ബ്ലാക്ക് ഡെത്ത് അല്ലേ, കറുത്ത മരണം എന്നറിയപ്പെടുന്ന ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന പ്ലേഗ് അല്ലേ, ഈ പ്ലേഗ് എന്ന് പറഞ്ഞ അസുഖം 1918 വൻ രീതിയിൽ പടരുകയായിരുന്നു. എവിടെ? അഹമ്മദാബാദിൽ. അപ്പോൾ ഭയങ്കരമായി സ്പ്രെഡ് ചെയ്ത സമയത്ത് ഈ അഹമ്മദാബാദിലെ ഈ മില്ലിലേക്ക് തൊഴിലാളികൾ എന്തിനു പോകുന്നില്ല? ജോലി ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ജോലി ചെയ്യാൻ പോകാതെ വരുമ്പോൾ എന്ത് പറ്റും? മില്ല് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും അല്ലേ, മില്ല് പൂട്ടേണ്ട ഒരു അവസ്ഥയെത്തി.
അപ്പോൾ മില്ലിൻ്റെ ഓണർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ഓഫർ കൊണ്ടുവന്നു. ഓഫർ ഇതാണ്: ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ജോലിക്ക് വരുന്ന എല്ലാ തൊഴിലാളികൾക്കും അവരുടെ സാലറി എത്രയാണോ അതിൻ്റെ കൂടെ 30% ബോണസ്, പ്ലേഗ് ബോണസ് നൽകാമെന്ന് പറയും കേട്ടോ. അത് സാധാരണ ഇപ്പോൾ ഒരാൾക്ക് 100 രൂപയാണെങ്കിൽ അയാളുടെ സാലറി എങ്കിൽ അയാൾക്ക് 100 രൂപയുടെ കൂടെ 30% എന്ന് പറഞ്ഞാൽ 130 രൂപ. 30 രൂപ എന്തിനാ? പ്ലേഗ് ബോണസ് ആയിട്ട് നൽകാമെന്നൊരു ഓഫർ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് കുറച്ച് തൊഴിലാളികൾ എന്ത് ചെയ്തു? അത് അക്സെപ്റ്റ് ചെയ്തു. കാരണം ആരോഗ്യം പോലെ നോക്കിയില്ല, കുറച്ച് പൈസ കൂടുതൽ കിട്ടൂല എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? അവർ ലൈഫിൽ റിസ്ക് എടുത്തു. അവരെന്ത് ചെയ്തു? തൊഴിലിന് പോയി. പക്ഷേ നമുക്കറിയാം, ഏതൊരു മഹാമാരിയാണെങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതങ്ങ് പോവും അല്ലേ? കുറച്ച് നാൾ കഴിഞ്ഞു, പ്ലേഗ് എന്ന അസുഖം അവിടെ എല്ലാം മാറി. അപ്പോഴേക്കും ഓണർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ പ്ലേഗ് ബോണസ് അങ്ങ് എന്ത് ചെയ്യും? പിൻവലിക്കും. പ്ലേഗ് ബോണസ് എന്ത് ചെയ്യും? പിൻവലിക്കും. അവിടെ അന്നുണ്ടായിരുന്ന ആ തൊഴിലാളികളെല്ലാം കൂടി എന്ത് ചെയ്യും? ഒരു സമരം സംഘടിപ്പിക്കും. അതാണ് അഹമ്മദാബാദ് മിൽ സമരം കേട്ടോ. അപ്പോൾ അഹമ്മദാബാദ് മിൽ സമരം എന്തുമായി ബന്ധപ്പെട്ടതാണ്? അഹമ്മദാബാദിലെ പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സമരമായിരുന്നു. ഈ സമരത്തിലേക്ക് ഇവരാരെ ക്ഷണിക്കും? ഗാന്ധിജിയെ ക്ഷണിക്കും. അങ്ങനെ ഗാന്ധി പങ്കെടുക്കുകയും എന്നാൽ ഗാന്ധിയുടെ ഈ സമരം ഗാന്ധിയുടെ ജീവിതത്തിൽ മറ്റൊരു നാഴികക്കല്ലായി മാറി. എന്താണെന്നറിയോ? ഈ സമരമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ഹങ്കർ സ്ട്രൈക്ക്, പട്ടിണി സമരം കേട്ടാ. ഗാന്ധിയുടെ ആദ്യത്തെ നിരാഹാര സമരം. ഗാന്ധി സമരത്തിൽ എന്ത് കടന്നു? നിരാഹാരം കടന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ചോദിക്കാം, ദിസ് ഈസ് ദി ഫസ്റ്റ് ഗാന്ധിജീസ് ഹങ്കർ സ്ട്രൈക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഗാന്ധിയുടെ ആദ്യത്തെ ഹങ്കർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നിരാഹാര സമരം എന്ന് ചോദിച്ചാൽ അത് 18 അഹമ്മദാബാദ് മിൽ സമരം കേട്ടാ. പക്ഷെ ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ ഏതാണ്? സത്യാഗ്രഹം ചമ്പാരനാണ് ഫസ്റ്റ് 70-ൽ. 18 ഹങ്കർ സ്ട്രൈക്ക് നിരാഹാര സമരം ഏതാ? അഹമ്മദാബാദ് മിൽ സമരം. ഗാന്ധി പങ്കെടുക്കുകയും നിരാഹാരം കിടക്കുകയും ഏറ്റവും അവസാനം സമരം എന്തായി മാറി? സക്സസ് ആയി മാറി കേട്ടോ. ഏറ്റവും ഒടുവിൽ സമരം എന്തായി മാറി? സക്സസ് ആയി മാറി. നമ്മുടെ മിൽ ഓണർ എന്ത് കൊടുത്തു? ആ നേരത്തെ ബോണസ് കൊടുത്ത എല്ലാവർക്കും ബോണസ് കൊടുക്കാമെന്ന് ഉറപ്പ് നൽകി കേട്ടോ. അങ്ങനെ ഗാന്ധി പങ്കെടുത്ത രണ്ടാമത്തെ സമരവും എന്തായി മാറി? സക്സസ് ആയി മാറി. അതേ വർഷം തന്നെ ഗാന്ധി ഗുജറാത്തിൽ മറ്റൊരു സമരത്തിൽ കൂടി പങ്കെടുത്തു. അതാണ് ഖേദാ സത്യാഗ്രഹ കേട്ടാ. ഇതൊക്കെ മെയിൻ ക്വസ്റ്റ്യൻ വർഷമാണ് കേട്ടാ. ഏത് വർഷമാണ് ഗാന്ധിജി ഖേദാ സത്യാഗ്രഹ ലീഡ് ചെയ്തത്? 1918 തന്നെയാണ് കേട്ടോ. 18 2 സമരമുണ്ട്. ഒന്ന് അഹമ്മദാബാദ് മിൽ സമരവും മറ്റൊന്ന് ഗുജറാത്തിൽ. ഇതൊരു കർഷക സമരമാണ് കേട്ടോ. ഗുജറാത്തിലെ കർഷകർ നടത്തിയ ഒരു സമരമാണ് ഖേദാ സത്യാഗ്രഹ 1918. ഇതിലും ആര് പങ്കുചേർന്നു? ഗാന്ധി കേട്ടോ. ഗാന്ധി ഇതിലും പങ്കുചേരുകയും ഈ സമരവും എന്തായി മാറി? ഖേദാ സത്യാഗ്രഹയും ഒരു സക്സസ്ഫുൾ സത്യാഗ്രഹയാണ്. എന്ന് പറഞ്ഞാൽ ഗാന്ധി പങ്കെടുത്ത ആദ്യത്തെ 3 സമരവും ചമ്പാരൻ, അഹമ്മദാബാദ്, ഖേദ, 3 എന്തായിരുന്നു? സക്സസ് ആയിരുന്നു. 3 എന്തായിരുന്നു? സക്സസ് സമരമായിരുന്നു കേട്ടോ. അപ്പോൾ ഏതൊക്കെ വർഷം? 17, 18. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എസ്പെഷ്യലി വർഷം ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും? സ്ഥിരമായി എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തത് 1919 എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത വർഷം നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട മൂവ്മെൻ്റ് ആണ് ഖിലാഫത്ത് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 1919 വർഷത്തോടു കൂടി നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാർ അവസാനിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലേ. 1-ാം ലോക മഹായുദ്ധം 1919 ആകുമ്പോൾ ഏകദേശം എന്ത് ചെയ്യുന്നു? അവസാനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ യൂറോപ്പിലെ തുർക്കി എന്ന് പറയുന്ന ഒരു രാജ്യമല്ലേ നമ്മുടെ തുർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വംശമായിരുന്നു ഒട്ടോമിയൻ എംപയർ എന്ന് പറയുന്നത് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയൊരു മുസ്ലിം വംശമാണ് ഇത് ഒട്ടോമിയൻ എംപയർ എന്ന് പറയുന്നത്. ഈ ഒട്ടോമിയൻ എംപയറിൻ്റെ സുൽത്താൻ എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ മുസ്ലിം ജനങ്ങളുടെ ആത്മീയ ഗുരുവായിട്ടാണ് കണക്കാക്കുന്നത്. ആരാ? ഒട്ടോമിയൻ എംപയറിൻ്റെ സുൽത്താൻമാർ. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ അവസാനം ഈ ഒട്ടോമിയൻ എംപയറിൻ്റെ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യും? പിടിച്ചെടുക്കുകയും സുൽത്താൻ്റെ അവിടുത്തെ പദവി എന്ത് ചെയ്യും? നഷ്ടപ്പെടുകയും ചെയ്തു കേട്ടോ. ബ്രിട്ടീഷുകാർ ആ പ്രദേശം എന്ത് ചെയ്യും? സുൽത്താൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കും. അതിനെതിരെ ഇന്ത്യൻ മുസ്ലിംസ് ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച ഒരു പ്രക്ഷോഭമാണ് ഇത്
ഖിലാഫത്ത് മൂവ്മെന്റ്. കേട്ടോ, ഖിലാഫത്ത് മൂവ്മെന്റ് ആരംഭിച്ചതാണ് ഇന്ത്യൻ മുസ്ലിംസ് ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആണ് ഇത് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഖിലാഫത്ത് മൂവ്മെന്റിന്റെ സ്ഥാപകരെന്ന് പറയുന്നത് രണ്ട് പേരാണ്, ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലി ബ്രദേഴ്സ്. നമ്മൾ പറയും അലി ബ്രദേഴ്സ് എന്നാണ് പറയുന്നത്. ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരെന്ന് പറയുന്നത്. കേട്ടോ, ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പ്രധാന വേദിയായത് നമ്മുടെ കേരളത്തിന്റെ മലബാർ റീജിയനാണ്. കേട്ടോ, നമ്മുടെ മലബാർ റീജിയനാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഒരു പ്രധാന വേദിയായത്. കേട്ടോ, ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാനപ്പെട്ട സമരമാണ് നമ്മുടെ മലബാർ റിബല്യൻ. കേട്ടോ, നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട കലാപമാണ് നമ്മുടെ മലബാർ കലാപം. അല്ലേ, ഏത് വർഷമാണ് മലബാർ കലാപം? 1921 മലബാർ കലാപം നടക്കുകയും അതിന്റെ ഭാഗമായി നടന്ന സംഭവമായിരുന്നു നമ്മുടെ വാഗൺ ട്രാജഡി. അല്ലേ, നമ്മുടെ മലപ്പുറം തിരൂരിൽ നിന്നും ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് കുറേ ആൾക്കാരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, അറസ്റ്റ് ചെയ്യുകയും തിരൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന ഒരു ഗുഡ്സ് ട്രെയിനിൽ അവിടുത്തെ ഒരു ബോഗിക്കുള്ളിൽ ആ എല്ലാ ആൾക്കാരെയും അവരെന്ത് ചെയ്യും, കുത്തിക്കയറ്റി എവിടെ വിടും? കോയമ്പത്തൂർ വിടും. അല്ലേ, കോയമ്പത്തൂർ പോയി തുറന്നു നോക്കുമ്പോൾ കണ്ടെന്ന കാഴ്ച എന്താ? അല്ലേ, അതിൻ്റെ അകത്തുണ്ടായിരുന്ന 90% ആൾക്കാരും ശ്വാസം കിട്ടാതെ എന്ത് ചെയ്തു, മരിച്ചുപോയി. അല്ലേ, പക്ഷെ അവർ ആ ബോഡി ഇവിടെ ഏറ്റെടുത്തു? ഇല്ല. അതേ ബോഡികൾ തിരിച്ച് അതേ ഗുഡ്സിൽ കയറ്റുകയും ജീവൻ ബാക്കിയുണ്ടായിരുന്ന ആൾക്കാരെ അതിൻ്റെ അകത്ത് കുത്തിക്കയറ്റി അതേ കോയമ്പത്തൂരിൽ നിന്ന് തിരിച്ച് എവിടെ തന്നെ കയറ്റി വിടും? തിരൂരിലേക്ക് കയറ്റി വിടും. അങ്ങനെ വീണ്ടും തിരൂർ വന്ന് തുറന്നു നോക്കുമ്പോൾ എന്താ, ആ ഗുഡ്സ് ട്രെയിനിൽ ഉണ്ടായിരുന്ന മൊത്തം ആൾക്കാരും എന്ത് ചെയ്തു, ശ്വാസം കിട്ടാതെ മരിക്കുകയായിരുന്നു. ആ സംഭവത്തെ നമ്മൾ വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. അല്ലേ, 1921 വാഗൺ. അപ്പോൾ വാഗൺ ട്രാജഡി എന്തുമായി ബന്ധപ്പെട്ടതാ? മലബാർ കലാപം, മലബാർ റിബല്യന്റെ ഭാഗമായി നടന്ന സംഭവമാണ് ഏത്? വാഗൺ ട്രാജഡി. അത് എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ 1919 ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമാണ്. അല്ലേ, ആരൊക്കെ ഖിലാഫത്ത് മൂവ്മെന്റിന്റെ സ്ഥാപകർ? ആരൊക്കെയാടാ? അലി ബ്രദേഴ്സ്. ഏതൊക്കെ അലി? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ് സ്ഥാപകർ. ഓക്കെ, അപ്പൊ ഇതാണ് ഖിലാഫത്ത് മൂവ്മെന്റ്. ഇനി അടുത്ത് അതേ 19 നടന്ന മറ്റൊരു സംഭവം നമുക്ക് നോക്കാം. അതാണ് റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. വളരെ പ്രധാനമാണ്. നമ്മുടെ 1919 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ പാസ്സാക്കിയ ഒരു ആക്റ്റാണ് റൗലറ്റ് ആക്ട്, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട് ബ്ലാക്ക് ആക്ട് എന്നും പറയും. ബ്ലാക്ക് ആക്ട്. നമ്മുടെ ഗാന്ധിജി ഈ ആക്ടിനെ വിളിച്ച പേരാ ബ്ലാക്ക് ആക്ട്, റൗലറ്റ് ആക്ട് അഥവാ ബ്ലാക്ക് ആക്ട്. അപ്പൊ എന്താണ് ഈ ബ്ലാക്ക് ആക്ട് അഥവാ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ, ഏതൊരു ഇന്ത്യൻ പൗരനെയും വിചാരണ കൂടാതെ, ട്രയൽ കൂടാതെ എന്ത് ചെയ്യാം, ബ്രിട്ടീഷുകാർക്ക് പിടിച്ച് ജയിലിലടയ്ക്കാം. അല്ല, ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്താൽ അയാളെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കി കോടതിയിലെ ട്രയലിന്, വിചാരണയ്ക്ക് ശേഷം മാത്രമാണ് അയാളെ എങ്ങോട്ട് വിടുന്നത്? ജയിലിലേക്ക്. പക്ഷേ ഈ പ്രോസസ് അങ്ങനെയല്ല. റൗലറ്റ് ആക്ട് പ്രകാരം ഏതൊരു ഇന്ത്യൻ പൗരനെയും വിചാരണയ്ക്ക് വിടാതെ തന്നെ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ജയിലിൽ പിടിച്ചടയ്ക്കാം എന്നൊരു നിയമമായിരുന്നു എന്ത്, റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ റൗലറ്റ് ആക്ട് നടക്കുകയും ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ഇന്നത്തെ പഞ്ചാബിൽ, നമ്മുടെ അമൃത്സറിലുണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും, അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. അവരുടെ പേരാണ് ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു. ആരൊക്കെയാണ്? സത്യപാലും സൈഫുദ്ദീൻ കിച്ലു എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. ഏത് ആക്ട് പ്രകാരം? റൗലറ്റ് ആക്ട് പ്രകാരം. അങ്ങനെ ആ അമൃത്സറിലുണ്ടായിരുന്ന ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സമരം സംഘടിപ്പിക്കും. സമരം എന്ന് പറഞ്ഞാൽ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു സമരമായിരുന്നു, ഒരു കർഫ്യൂ ആയിരുന്നു കേട്ടോ. അവർ തെരുവുകളിൽ ആ സമരം തുടങ്ങുകയും പിന്നീട് ആ സമരം ഈ അമൃത്സറിലുണ്ടായിരുന്ന വലിയൊരു ഗ്രൗണ്ടിൻ്റെ അകത്തേക്ക് അവർ മാറ്റി. അങ്ങനെ ഗ്രൗണ്ടിൻ്റെ അകത്ത് ഒരു 10,000 പേരടങ്ങുന്ന വളരെ സമാധാനപരമായിട്ടുള്ള ഒരു സമരം. എന്തിനെതിരെ? റൗലറ്റ് ആക്ടിനെതിരെയുള്ള ഒരു സമരം. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞതും ഈ ഗ്രൗണ്ടിൻ്റെ പ്രത്യേകത, ഈ ഗ്രൗണ്ടിന് ചുറ്റും ഒരു മതിൽക്കെട്ടിൻ്റെ അകത്താണ് ഈ ഗ്രൗണ്ട്. പക്ഷേ ഈ ഗ്രൗണ്ടിന് ഒരൊറ്റ എൻട്രൻസും ഒരൊറ്റ എക്സിറ്റും ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എൻട്രൻസ് തന്നെയാണ് എക്സിറ്റ്, ഒരു വാതിലേ ഉള്ളൂ. അതിൽ കൂടെ കയറണം, അതിൽ കൂടെ തന്നെയാണ് തിരിച്ച് പുറത്തിറങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഒരു പറ്റം ബ്രിട്ടീഷ് ഓഫീസർമാരും കുറച്ച് പോലീസുകാരും കൂടി ആ വാതിൽ വന്നങ്ങ് നിറങ്ങി നിൽക്കുകയും ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതും അവർ തോക്കങ്ങോട്ടെടുത്ത് ആ ഗ്രൗണ്ടിലുണ്ടായിരുന്ന
എല്ലാ ആൾക്കാരെയും എന്ത് ചെയ്യും, വെടിവെച്ച് കൊല്ലും. അപ്പോൾ ആ ഗ്രൗണ്ടിൽ ആ സമയത്ത് സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, വൃദ്ധരുണ്ടായിരുന്നു, കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. 10,000 പേര് നടന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരെയും ഇവരെന്ത് ചെയ്തു, വെടിവെച്ച് കൊന്നു. ആ സംഭവമാണ് നമ്മുടെ ജാലിയൻ വാല ബാഗ് എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ 1919 ഏപ്രിൽ 13 നടന്ന വലിയൊരു കൂട്ടക്കൊലപാതകമായിരുന്നു ഏത്, നമ്മുടെ ജാലിയൻ വാല. അപ്പോൾ ജാലിയൻ വാല ബാഗ് എന്ത് സംഭവം ബന്ധപ്പെട്ടതാ? 1919 റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട് നടന്നൊരു സംഭവമാണ് ഇത് ജാലിയൻ വാല ബാഗ്. ഏത് വർഷം? 1919 ഏതാണ്, ഏപ്രിൽ 13. ഈ ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊലയുടെ സമയത്ത് നമ്മുടെ പഞ്ചാബ് ഗവർണർ ആയിരുന്നു മൈക്കിൾ ഒ ഡയർ എന്ന് പറയുന്നത്, കേട്ടാ. ജാലിയൻ വാല സമയത്തെ പഞ്ചാബ് ഗവർണർ ആരെന്ന് ചോദിച്ചാൽ പഞ്ചാബ് ഗവർണർ ആരാ? മൈക്കിൾ ഒ ഡയറും. ആ സമയത്ത് ബ്രിട്ടീഷ് ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ ആരാണത്? ജനറൽ ഡയർ. രണ്ടും ഡയറാണ്. ആ സമയത്തെ പോലീസ് സൂപ്രണ്ട് ആരാ? ജനറൽ ഡയറും. ആ സമയത്തെ പഞ്ചാബ് ഗവർണർ ആരാ? മൈക്കിൾ ഒ ഡയർ ആയിരുന്നു ആ സമയത്ത് എന്താണ്, പഞ്ചാബിന്റെ എന്താണ്, ഗവർണർ, കേട്ടാ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഈ നമ്മുടെ ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊലയുടെ ഒരു വിറ്റ്നസ് ഉണ്ട്, ദൃക്സാക്ഷി. അന്ന് ആ പയ്യനൊരു 10-16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജാലിയൻ വാല കൂട്ടക്കൊല അവൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ അങ്ങോട്ടുള്ള ഓരോ നിമിഷവും ഈ 2 പേരെ കൊല്ലാൻ വേണ്ടിയായിരുന്നു, കേട്ടോ. പക്ഷെ കുറച്ച് വർഷം കഴിയുമ്പം ഇവർ 2 പേരൊക്കെ ഇവിടെ പോകും, ലണ്ടനിൽ പോകുകയും. പക്ഷെ നമ്മുടെ പയ്യന് അപ്പോഴും അവൻ്റെ മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ലായിരുന്നു, അവരെ കൊല്ലണം. അങ്ങനെ ആ പയ്യൻ എന്ത് ചെയ്യും, ലണ്ടനിൽ പോകും, കേട്ടോ. ഒരു വിധേനെ എങ്ങനെയോ ലണ്ടനിൽ പോവുകയും, പക്ഷെ ലണ്ടനിൽ എത്തുമ്പോഴേക്കും ഇയാൾ മരിച്ചിരുന്നു, ജനറൽ ഡയർ മരിക്കുകയും. പക്ഷേ ആ ലണ്ടനിൽ വെച്ച് 1941 കേട്ടോ, എന്ന് പറഞ്ഞാൽ 1941 പറഞ്ഞാൽ നമുക്കറിയാം നല്ല വർഷം കഴിഞ്ഞല്ലേ. 41 ഈ ലണ്ടനിൽ വെച്ച് നമ്മുടെ പയ്യൻ മൈക്കിൾ ഒ ഡയറിനെ എന്ത് ചെയ്യും, കൊല്ലും, കേട്ടോ. അപ്പോൾ ജാലിയൻ വാലാവിൻ്റെ കൂട്ടക്കൊലയ്ക്ക് വിറ്റ്നസ് ആയ ആ പയ്യൻ എത്ര വർഷങ്ങൾക്ക് ശേഷം, 1941, എത്ര വർഷം, എത്രടാ, 21 വർഷങ്ങൾക്ക് ശേഷം അല്ലേ, 22 വർഷങ്ങൾക്ക് ശേഷം മൈക്കിൾ ഒ ഡയറിനെ ലണ്ടനിൽ പോയി എന്ത് ചെയ്യും, കൊല്ലും. അതിന്റെ പേരാണ് സർദാർ ഉദ്ധം സിംഗ്, കേട്ടാ. സർദാർ ഉദ്ധം സിംഗ്, കേട്ടാ. സർദാർ ഉദ്ധം സിംഗ് ആണ് ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊലയുടെ വിറ്റ്നസ്. അദ്ദേഹം ലണ്ടനിൽ പോകുകയും ആരെ കൊല്ലുകയും ചെയ്യും, മൈക്കിൾ ഒ ഡയറിനെ കൊല്ലുകയും ചെയ്യും. അങ്ങനെ മൈക്കിൾ ഒ ഡയറിനെ ലണ്ടനിൽ പോയി കൊന്ന ധീര ദേശാഭിമാനിയാണ് ആര്, നമ്മുടെ സർദാർ ഉദ്ധം സിംഗ്. അദ്ദേഹമായിരുന്നു ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊലയുടെ എന്താണ്, വിറ്റ്നസ്. അപ്പോൾ ഏത് വർഷമാണ് ജാലിയൻ വാല ബാഗ്? 1919 ഏപ്രിൽ 13. ഏത് ആക്ട്? റൗലറ്റ് ആക്ട്. ഇനി അതുപോലെ തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം, ഈ സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി? ഇടയ്ക്കൊരു എക്സാമിന് ചോദിച്ചു കേട്ടോ. ഇത് മൈക്കിൾ ഒ ഡയർ പഞ്ചാബിന്റെ ഗവർണറാണ്. എൻ്റെ ചോദ്യം, ഇന്ത്യയുടെ വൈസ്രോയി ഈ സമയത്ത് ആരായിരുന്നു? ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല നടന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ലോർഡ് ചെംസ്ഫോർഡ് ആണ് കേട്ടോ. ഈ ഇടയ്ക്ക് ഇപ്പം ചോദിച്ചു കേട്ടോ ഒരു എക്സാമിന്, ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി? ലോർഡ് ചെംസ്ഫോർഡ് ആയിരുന്നു ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല നടന്നപ്പോൾ ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത്, വൈസ്രോയി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ വൈസ്രോയി ലോർഡ് ചെംസ്ഫോർഡ് ആയിരുന്നു. ഓക്കെ, അപ്പം ഇത്രയും വലിയ ഒരു പ്രശ്നമായിരുന്നു അല്ലെ, ഇത്രയും വലിയൊരു കൂട്ടക്കൊലയായിരുന്നു കേട്ടോ. ഇതിലേശം 10,000 പേരെ ഗ്രൗണ്ടിലുണ്ടായിരുന്നു, അത്രയും പേരെ അവർ വെടിവെച്ച് കൊന്നു. അപ്പോൾ ഈ സമരം ഇന്ത്യയെ പിടിച്ച് എന്ത് ചെയ്തു, ഒന്ന് കുലുക്കി അല്ലേ നമ്മുടെ ഇന്ത്യയിൽ. കാരണം ഇത്രയും വലിയൊരു കൂട്ടക്കൊല നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് കുട്ടികളും സ്ത്രീകളും അടക്കം അവർ വെടിവെച്ച് കൊന്നു അല്ലേ. അപ്പോൾ ഇതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയൊരു സമരം, ഒരു ഓൾ ഇന്ത്യ സമരം സംഘടിപ്പിക്കാൻ എന്ത് ചെയ്തു, തീരുമാനിച്ചു. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പെട്ടെന്നൊരു സ്പെഷ്യൽ സെഷൻ അങ്ങ് കൽക്കട്ടയിൽ വെച്ച് കൂട്ടി കേട്ടോ. ഇവിടെ കൽക്കട്ടയിൽ ഒരു സ്പെഷ്യൽ സെഷൻ വെക്കുകയും ആ സെഷൻ്റെ പ്രസിഡന്റായിട്ട് അന്ന് വന്നത് നമ്മുടെ ലാലാ ലജ്പത് റായി ആയിരുന്നു കേട്ടോ. ലാലാ ലജ്പത് റായിയെ അധ്യക്ഷനാക്കിക്കൊണ്ട്, പ്രസിഡന്റ് ആക്കിക്കൊണ്ട് ഒരു സ്പെഷ്യൽ സെഷൻ 1920 കൽക്കട്ടയിൽ എന്ത് ചെയ്തു, കൂടി. എവിടെ കൂടി? കൽക്കട്ടയിൽ. ഏത് വർഷം? 1920. ആരാ അധ്യക്ഷൻ? ലാലാ ലജ്പത് റായ്. അങ്ങനെ ഒരു സമരത്തിന്റെ റെസൊല്യൂഷൻ അവരവിടെ വെച്ച് എന്ത് ചെയ്തു, പാസ് ചെയ്തു. ആ സമരത്തിന്റെ പേരാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം കേട്ടോ. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്.
ആരംഭിക്കുന്നത് കേട്ടോ. എന്തുമായി ബന്ധപ്പെട്ട്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ സമരമാണ് ഇത് നോൺ കോപ്പറേഷൻ. അപ്പോൾ ഏത് വർഷമാണ് നോൺ കോപ്പറേഷൻ? 1920 കേട്ടോ. അപ്പോൾ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ആദ്യത്തെ എന്താണ് നാഷണൽ മൂവ്മെന്റ് ആണ് അല്ലേ, ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ്. അപ്പോൾ അതൊരു പ്രധാന ലീഡർഷിപ്പ് വേണം, ഒരു പ്രധാന വ്യക്തി തന്നെയായിരുന്നു അതിന് എന്ത് ചെയ്യേണ്ടത്, ലീഡർഷിപ്പ് ചെയ്യേണ്ടത്. അപ്പം അന്ന് ഒരുപാട് പേരുടെ പേരുകൾ മുന്നോട്ട് വന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വെച്ച പേര് നമ്മുടെ ഗാന്ധിജിയുടെ പേരായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ഗാന്ധിജിയുടെ പേര് മുന്നോട്ട് വെച്ചത്? നമ്മൾ കണ്ടതാണ്, കുറച്ചു മുമ്പ് ഗാന്ധി പങ്കെടുത്ത എല്ലാ സമരങ്ങളും എന്തായിരുന്നു, സക്സസ് ആയിരുന്നു. അപ്പം അതുകൊണ്ടായിരുന്നു ഗാന്ധിജിയുടെ പേരായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്ത് മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഗാന്ധിജിയുടെ ലീഡർഷിപ്പിൽ എന്താരംഭിച്ചു? 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആരംഭിച്ചു. അപ്പൊ ഇത് ഗാന്ധിയുടെ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ല. എന്താണ്? ഇതാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഓൾ ഇന്ത്യ മൂവ്മെന്റ്, ദ മാസ് മൂവ്മെന്റ് അല്ലേ. നമ്മൾ നേരത്തെ കണ്ടതാണ്, ചമ്പാരൻ ബീഹാറിലൊരു ഗ്രാമത്തിലായിരുന്നു. 18 അഹമ്മദാബാദ് മിൽ സമരം അഹമ്മദാബാദിലെ ഒരു മില്ലിൽ നടന്ന സമരമായിരുന്നു. ഗുജറാത്തിൽ തന്നെയായിരുന്നു ഖേദ സമരം. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ഓൾ ഇന്ത്യ സമരമാണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഓൾ ഇന്ത്യ സമരമാണ്. അപ്പൊ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഓൾ ഇന്ത്യ സമരമാണ് ഏത്, ഈ പറയുന്ന ഏത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ സമരം തുടങ്ങുകയും സമരം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. വളരെ ശക്തമായ രീതിയിൽ സമരം എന്ത് ചെയ്യുമായിരുന്നു, മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇതിലൊരു വലിയൊരു സംഭവം ഉണ്ടായി. എന്ന് വെച്ചാൽ സമരം ഈ നോൺ കോപ്പറേഷൻ തുടങ്ങിയതിൻ്റെ അർത്ഥം എന്താ? ബ്രിട്ടീഷുകാരുമായി ഒരു തരത്തിലും കോപ്പറേറ്റ് ചെയ്യില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ സാധനങ്ങൾ മേടിക്കരുത്, അപ്പോൾ അവരുടെ കച്ചവടത്തെ അത് ബാധിക്കും. ബ്രിട്ടീഷുകാർക്ക് ടാക്സ് കൊടുക്കരുത്, നികുതി കൊടുക്കരുത്, അപ്പോൾ അവരുടെ വരുമാനം പൂർണ്ണമായി നഷ്ടപ്പെടും അല്ലേ. കാരണം അവരുടെ വരുമാനം ബിസിനസ്സും ടാക്സുമാണ്. അത് രണ്ടും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അത് വരുമാനം അവർക്ക് നഷ്ടമാകും. ബ്രിട്ടീഷുകാർ നടത്തുന്ന ഒരു പരിപാടിയിൽ നമ്മൾ എന്ത് ചെയ്യരുത്, പങ്കെടുക്കരുത്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പണിയെടുക്കരുത്. ബ്രിട്ടീഷുകാരുടെ സ്കൂളുകളിൽ ഇന്ത്യക്കാരുടെ മക്കളെ എന്ത് ചെയ്യരുത്, പഠിക്കാൻ വിടരുത്. പൂർണ്ണമായും ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഒരു തരത്തിൽ അവരുമായി എന്ത് ചെയ്യരുത്, കോപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് എന്തിൻ്റെ ആശയം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അപ്പോൾ അത് കൃത്യമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും അത് കൃത്യമായി എന്ത് ചെയ്യുന്നു, പാലിച്ച് പോവുകയായിരുന്നു. പക്ഷേ അതിൽ വലിയൊരു സംഭവം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 1922 നമ്മുടെ ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന് പറയുന്ന ഒരു ഗ്രാമം കേട്ടോ, യുപിയിലെ ഒരു ഗ്രാമമാണ് ഇത് ചൗരി ചൗര. ആ ഗ്രാമത്തിൽ ജനങ്ങൾ ഈ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് സമരം ചെയ്യുകയായിരുന്നു. അതും വളരെ സമാധാനപരമായിട്ടുള്ള സമരമായിരുന്നു. പക്ഷെ ആ നാട്ടിലുണ്ടായിരുന്ന പോലീസുകാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ സമരത്തിലേക്ക് ലാത്തി വീശുകയും അതിനിടയിലേക്ക് വെടിവെക്കുകയും ചെയ്തു. അങ്ങനെ ആ വെടിവെപ്പിൽ 1-2 നാട്ടുകാർ എന്ത് ചെയ്തു, കൊല്ലപ്പെട്ടു. അതിൽ ദേഷ്യം വന്ന അവിടുത്തെ നാട്ടുകാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അന്ന് രാത്രി അവിടുത്തെ ആ പോലീസ് സ്റ്റേഷൻ എന്ത് ചെയ്യും, തീ വയ്ക്കും. സംഭവം തീ വയ്ക്കുകയും ആ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് ആ തക്ക സമയത്ത് 10-22 പോലീസുകാരും ഉണ്ടായിരുന്നു. ആ 10-22 പോലീസുകാർ എന്ത് ചെയ്യും, ആ തീയിൽപ്പെട്ട് വെന്ത് മരിക്കുകയും ചെയ്തു. ഇതാണ് ചൗരി ചൗര എന്ന് പറയുന്ന ഇൻസിഡന്റ്. അപ്പോൾ ചൗരി ചൗര ഏത് വർഷമാണ്? 1922 ഫെബ്രുവരി 4 പക്ഷേ ഈ സംഭവം, ഈ ചൗരി ചൗര എന്ന സംഭവം ഗാന്ധിജി അറിഞ്ഞു. പക്ഷെ ഗാന്ധിജിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഗാന്ധിജി എങ്ങനത്തെ ഒരു സമരമുറയാണ് നയിക്കുന്നത്? നമുക്കറിയാം, ഗാന്ധി ഒരു മോഡറസ്റ്റ് നേതാവാണ് അല്ലേ. ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെയാണ് ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗുരു. അപ്പോൾ ഗാന്ധിയുടെ നയം എന്ന് പറയുമ്പോൾ തന്നെ എന്താ, വളരെ സമാധാനപരമായിട്ടുള്ള ഒരു സമരമായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഗാന്ധിജി എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഇതിനോട്, കാരണം ഇപ്പോൾ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ തീ വയ്ക്കുക, പോലീസുകാർ കൊല്ലുക എന്നൊക്കെ പറഞ്ഞത് ആരുടെയാണ്, എക്സ്ട്രീമിസ്റ്റ് നേതാക്കന്മാരുടെ അല്ലെ എക്സ്ട്രീമിസ്റ്റിൻ്റെ ഒരു സമരമുറയാണ് അല്ലേ. ആ സമരമുറയല്ല എന്തിനു പോകുന്നത്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റിൽ പോകുന്നത്. അപ്പം ഗാന്ധി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗാന്ധിജി എന്ത് പിൻവലിക്കും, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വിഡ്രോ ചെയ്യും കേട്ടോ. ഗാന്ധി എന്ത് വിഡ്രോ ചെയ്യും, ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ത് ചെയ്യും, വിഡ്രോ ചെയ്യും. അങ്ങനെ 1922 ഫെബ്രുവരി 10 എന്ത് ഗാന്ധി വിഡ്രോ ചെയ്യും. ഫെബ്രുവരി 4 സംഭവം. ഫെബ്രുവരി 10 ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ത് ചെയ്യും, പിൻവലിക്കും. അപ്പൊ എന്ത് കാരണത്താലാണ് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിച്ചതെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ചൗരി ചൗര. 1922 ചൗരി ചൗര എന്ന് പറഞ്ഞ ഈ സംഭവമാണ് ഗാന്ധി എന്ത് പിൻവലിക്കാൻ കാരണമായത്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിക്കാൻ കാരണമായത്.
പക്ഷേ ഗാന്ധിജിയുടെ ഈ വിഡ്രോ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വല്ലാതെ എന്ത് ചെയ്തു, പിടിച്ച് കുലുക്കി. കാരണം ഇവിടെ ഇപ്പൊ ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പിൻവലിക്കേണ്ട കാരണം ചൗരി ചൗര നടന്ന ഈ ഒരു പ്രശ്നമാണല്ലേ. അത് പിൻവലിക്കണമെന്നുള്ളത് ഗാന്ധിജിയുടെ വ്യക്തിപരമായ ഒരിതായിരുന്നു അല്ലേ. കാരണം ഒരു പോലീസ് സ്റ്റേഷൻ തീ വെച്ച് പോലീസുകാരെ കൊല്ലുക എന്ന് പറയുന്നത് എക്സ്ട്രീമിസ്റ്റിന്റെ സമരമുറയാണ്. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആരുണ്ട്? എക്സ്ട്രീമിസ്റ്റ് വിഭാഗമുണ്ട്. കോൺഗ്രസിന്റെ സമരമുറ അല്ലല്ലോ മൊത്തം അല്ലേ. മോറസ്റ്റ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസിൽ ആരുമുണ്ട്? എക്സ്ട്രീമിസ്റ്റും ഉണ്ട്. അവരിത് അംഗീകരിക്കും, അവർക്ക് പ്രശ്നമില്ല അല്ലേ. ഇതിപ്പോ ഗാന്ധി വിഡ്രോ ചെയ്ത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു ആശയമായിരുന്നു അല്ലേ. എന്താ, ഞാനൊരു മോഡസ്റ്റ് ആണ്, സമരമുറ എന്താണ് മോഡസ്റ്റ് രീതിയിലാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഗാന്ധി പിൻവലിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു ആശയം കാരണമാണ് അല്ലേ. കാരണം അദ്ദേഹം ഈ ഒരു വിഡ്രോ ചെയ്യുന്ന കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എന്ത് ചെയ്തില്ല, സംസാരിച്ചില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായത് കാരണം അദ്ദേഹം എന്ത് ചെയ്തു, പിൻവലിച്ചു. ഇത് കോൺഗ്രസിൽ എന്തുണ്ടാക്കി, പൊട്ടിത്തെറി. കാരണം ഈ സമയത്ത് ഗാന്ധി ഇത് പിൻവലിക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു നമ്മുടെ CR ദാസ്, നമ്മുടെ ദേശ് ബന്ധു അല്ലെ. പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദേശ് ബന്ധു. ആരാണ് ദേശ് ബന്ധു? CR ദാസ് ആണ്. നമ്മുടെ ദേശ് ബന്ധു ആയ CR ദാസ് ആയിരുന്നു ആ സമയത്ത് എന്താണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ, പ്രസിഡന്റ്. പുള്ളിക്ക് ഈ ഗാന്ധിജിയുടെ ഈ വിഡ്രോവലിനോട് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പുള്ളി എന്ത് ചെയ്യുന്നത് വെച്ചാൽ, പുള്ളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്ഥാനം രാജിവെച്ചു പുറത്തു പോകും, പാർട്ടി വിട്ട് പുറത്തു പോവുകയും പുറത്തുപോയി പുതിയൊരു പാർട്ടി രൂപീകരിക്കും കേട്ടോ. CR ദാസ് പാർട്ടി വിട്ട് പുറത്തു പോവുകയും പുറത്തുപോയി 1923 ജനുവരി 9 പുതിയൊരു പാർട്ടി ഉണ്ടാക്കും. ആ പാർട്ടിയുടെ പേരാണ് സ്വരാജ് പാർട്ടി കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വർഷമാണ് സ്വരാജ് പാർട്ടി, ആരാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ, ഏത് വർഷമാണ്? 1923. അതായത് ചൗരി ചൗര 22 23 സ്വരാജ് പാർട്ടി. ആരാ സ്ഥാപകർ? CR ദാസ്. കൂടാതെ ഒരാളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, CR ദാസും ഇതിന്റെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ഫൗണ്ടിങ്ങിൽ, മോത്തിലാൽ നെഹ്റു. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവാണ്, അച്ഛനാണ് ആര്? മോത്തിലാൽ നെഹ്റു. അങ്ങനെ CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് എന്ത് പാർട്ടി രൂപീകരിക്കും? സ്വരാജ് പാർട്ടി രൂപീകരിക്കും. ഏത് വർഷം? 1923 ജനുവരി 1 കേട്ടോ. അപ്പൊ അവർ എന്തുകൊണ്ട് പുറത്തു പോയെന്ന് വെച്ചാൽ ഇതായിരുന്നു കാരണം. ഗാന്ധിന് എന്ത് വിഡ്രോ ആയിരുന്നു? നോൺ കോപ്പറേഷൻ. ഗാന്ധി എന്തുകൊണ്ട് നോൺ കോപ്പറേഷൻ വിഡ്രോ ചെയ്യാൻ കാരണം? അദ്ദേഹം 1922 നടന്ന ഈ ഒരു സംഭവം, ഏത്, ചൗരി ചൗര ഇൻസിഡന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ആ സംഭവം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തിലോട്ട് പോയാലോ. അടുത്തത് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ 1923 നമ്മുടെ ഗാന്ധിജി നമ്മുടെ CR ദാസ് പുറത്തു പോയല്ലോ. അപ്പോൾ കോൺഗ്രസിന് പ്രസിഡന്റ് വേണമല്ലോ. അപ്പോൾ അടുത്ത CR ദാസിന് ശേഷം അടുത്ത പ്രസിഡന്റായ നമ്മുടെ വ്യക്തി നമ്മുടെ ഗാന്ധിജിനെ. ഗാന്ധി ഒരൊറ്റ തവണയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുള്ളൂ. 1924 ബെൽഗം സെഷനാണ് കേട്ടോ. അത് നോട്ട് ചെയ്തോ, ചോദിക്കും കേട്ടോ. ഗാന്ധിജി ഏത് വർഷമാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്? കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് ഗാന്ധി വന്നത് 1924. 1924 ഗാന്ധിജി എന്താവുന്നത്? ഒരൊറ്റ തവണ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. ഏത് സെഷനാ? ബെൽഗം സെഷൻ. ബെൽഗം സെഷനിലാണ് ഗാന്ധിജി എന്ത് സ്ഥാനത്ത് വന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു സംഭവത്തിലോട്ട് പോവാം. അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ, അടുത്ത സംഭവം നടക്കുന്നത് അത് നമ്മുടെ 1920 നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നടന്നത് അല്ലേ. അത് കഴിഞ്ഞ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇന്ത്യയിൽ ഉണ്ടായി. സംഭവം എപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ 1929 വർഷം 1929 നമ്മുടെ INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രധാന സെഷൻ നടന്നു. സെഷന്റെ പേരാണ് ലാഹോർ സെഷൻ എന്ന് പറയും കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സെഷൻ ഏത് വർഷമാണ്? 1929 ലാഹോർ സെഷൻ കേട്ടോ. ഈ സെഷനിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഒരു റെസല്യൂഷൻ, ഒരു പ്രമേയം എന്ത് ചെയ്യുന്നത്?
പാസ്സാക്കുന്നു. പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം കേട്ടോ. ഇന്ത്യക്ക് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം ആര് പ്രഖ്യാപിക്കുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു കേട്ടോ. ഇന്ത്യക്ക് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം ആര് പ്രഖ്യാപിക്കുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. ഏത് വർഷം? 1929 ഏ സെഷൻ? ലാഹോർ സെഷനിൽ വെച്ച്. അപ്പോൾ ഈ സെഷന്റെ പ്രസിഡന്റ് ആരെന്നറിയോ? ഈ സെഷന്റെ പ്രസിഡന്റ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് ഈ സെഷൻ പ്രസിഡന്റ് കേട്ടോ. അപ്പോൾ ഏ സെഷനിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ ഏത് സെഷനിൽ വെച്ചാണ്? 1929 ലാഹോർ സെഷൻ. പൂർണ്ണ സ്വരാജ് പൂർണ്ണ സ്വാതന്ത്ര്യം ആരുടെ? ഇന്ത്യയുടെ. ഇത് ബ്രിട്ടീഷുകാരല്ല തരുന്നത്, ആര് പ്രഖ്യാപിക്കുന്നതാണ്? കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ് പാർട്ടി ഇന്ത്യക്ക് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നു? പ്രഖ്യാപിക്കുക. അപ്പോൾ ഇതിന്റെ ഭാഗമായാണ് 1929 സെഷൻ. ഇതിന്റെ ഭാഗമായി 1930 ജനുവരി 26 നമ്മുടെ ലാഹോറിൽ നദി ആരാടാ? ലാഹോറിലെ നദി ആരാ? രവി നദി അല്ലേ? ദ റിവർ ഓഫ് ലാഹോർ. ലാഹോറിന്റെ നദി ആരാണ്? രവി. നമ്മുടെ രവി നദിയുടെ കരയിൽ വെച്ച് നമ്മുടെ ജവഹർലാൽ നെഹ്റു 1930 ജനുവരി 26 ഇന്ത്യയുടെ ദേശീയ പതാക എന്ത് ചെയ്യും? ഉയർത്തും കേട്ടോ. നമ്മുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് ഇപ്പോഴാ? 1930 ജനുവരി 26. അതുകൊണ്ടാണ് ഈ ജനുവരി 26 നമ്മൾ ശ്രദ്ധിച്ചാണ് നമ്മുടെ ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ 1950 ജനുവരി 26 അല്ലേ? കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന എന്നാണ് കംപ്ലീറ്റ് ചെയ്തത്? 1949 എന്നാണ്. 1949 നവംബർ 26 എന്ത് കംപ്ലീറ്റ് ആയി? ഇന്ത്യൻ ഭരണഘടന കംപ്ലീറ്റ് ആയി അല്ലേ? കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന നവംബർ 26 അല്ലേ? നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ അല്ലേ? പക്ഷെ എന്തുകൊണ്ട് റിപ്പബ്ലിക് 1950 എന്ന് പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞ് ജനുവരി 26 വെയിറ്റ് ചെയ്യുന്ന വെച്ചാൽ അത് പൂർണ്ണ സ്വരാജിന്റെ ഭാഗമായിരുന്നു കേട്ടോ. നമ്മുടെ പൂർണ്ണ സ്വരാജിന്റെ ഭാഗമായി ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് 1930 ജനുവരി 26. ആ ജനുവരി 26 നമ്മൾ എന്താ ആഘോഷിക്കാൻ തുടങ്ങിയത്? റിപ്പബ്ലിക് ഡേ. ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ 1950 ജനുവരി 26. ആ ഡേ നമ്മൾ വെയിറ്റ് ചെയ്യാൻ കാരണം ഈ ഒരു സംഭവമായിരുന്നു. കാരണം നവംബർ 26 ശരിക്കും ഇന്ത്യക്ക് എന്താ റെഡിയായി? കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയായതാണ്. അപ്പം ഈ സെഷനിൽ വെച്ച് നമ്മൾ വേറൊരു റെസൊല്യൂഷൻ കൂടെ പാസ് ചെയ്തു. ബ്രിട്ടീഷുകാർക്കെതിരെ രണ്ടാമത്തെ ഒരു ഓൾ ഇന്ത്യ സമരത്തിന്റെ പ്രമേയം പാസ്സാക്കും. ഓൾറെഡി ഒരു സമരം കഴിഞ്ഞതാണ് 1920 ഏതാ? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അത് കഴിഞ്ഞിപ്പം ഏകദേശം 10 വർഷമായില്ലേ? കാരണം 29 വർഷമായി, 9 വർഷമായില്ലേ? 29 ആയല്ലേ? സോ ഈ സെഷനിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ രണ്ടാമത്തെ ഓൾ ഇന്ത്യ സമരത്തിന്റെ പ്രഖ്യാപനം നടത്തി. ആ സമരത്തിന്റെ പേരാണ് സിവിൽ ഡിസ്ഒബിഡൻസ് മൂവ്മെന്റ്. സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം. അത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കുറെ സിവിൽ ലോസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കുറെ സിവിൽ ലോകൾ ഇന്ത്യയിലെ ജനങ്ങളായി നോക്കേണ്ട കുറച്ച് സിവിൽ നിയമങ്ങളുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. അതാണ് എന്തിന്റെ ആശയം? സിവിൽ ഡിസ്ഒബിഡൻസ് മൂവ്മെന്റിന്റെ ആശയം. അപ്പൊ അങ്ങനത്തെ ഒരു ഓൾ ഇന്ത്യ സമരം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? സംഘടിപ്പിക്കാൻ പോകുന്നു. അപ്പൊ അത് ഏ സെഷനിൽ വെച്ച് ആ പ്രമേയം പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ സെഷനില്ല, 1929 ലാഹോർ സെഷനിൽ വെച്ചാണ് സിവിൽ ഡിസ്ഒബിഡൻസ് മൂവ്മെന്റിന്റെ റെസൊല്യൂഷൻ പ്രമേയം നമ്മൾ എന്ത് ചെയ്യുന്നത്? പാസ്സാക്കുന്നു. ആരാ സെഷൻ പ്രസിഡന്റ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ സെഷന്റെ എന്തെന്ന് പറയുന്നത് പ്രസിഡന്റ്. സെഷനിൽ ഏറ്റവും പ്രധാനമാണ് പൂർണ്ണ സ്വരാജ് അല്ലെ? എക്സാമിന് ചോദിക്കും പൂർണ്ണ സ്വരാജ് ഏത് സെഷൻ? ലാഹോർ സെഷൻ 1929 അല്ലെ? അപ്പൊ ഇത് പ്രകാരം 1930 ഇന്ത്യയിൽ എന്ത് ആരംഭിക്കുന്നു? സിവിൽ ഡിസ്ഒബിഡൻസ് മൂവ്മെന്റ് ആരംഭിക്കുന്നു. അപ്പൊ ഇതും അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ആര് തന്നെയാണ്? ഗാന്ധിജി. ആരാണ് ഇതിന്റെ ലീഡർ? ഗാന്ധി തന്നെയായിരുന്നു കേട്ടോ. നോൺ കോപ്പറേഷൻ പോലെ തന്നെ രണ്ടാമത്തെ സിവിൽ ഡിസ്ഒബിഡൻസ് മൂവ്മെന്റിന്റെയും ലീഡർഷിപ്പ് ആര് തന്നെയായിരുന്നു? ഗാന്ധിജി തന്നെയായിരുന്നു. അപ്പോൾ ഗാന്ധിജിയും കൂട്ടരും ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ലോ, സിവിൽ ലോ ബ്രേക്ക് ചെയ്യാൻ പോവല്ലേ? ആദ്യം ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ലോ സാൾട്ട് ലോയാണ്, ഉപ്പ് നിയമം. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ പാസ്സാക്കിയ സിവിൽ ലോസിൽ ഒന്നായിരുന്നു സാൾട്ട് ലോ. ഇന്ത്യയിലെ ജനങ്ങൾ ആരും തന്നെ ഉപ്പ് കുറുക്കാൻ പാടില്ല, മീൻസ് ഉപ്പ് ഉണ്ടാക്കാൻ പാടില്ല. ഉപ്പ് ആരുണ്ടാക്കും? ബ്രിട്ടീഷുകാരുണ്ടാക്കും, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉണ്ടാക്കണം. അല്ലാതെ ഇന്ത്യക്കാരെന്തുണ്ടാക്കാൻ പാടില്ല? ഉപ്പുണ്ടാക്കാൻ പാടില്ല എന്നൊരു നിയമം എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അതിനെ നമ്മുടെ ഗാന്ധിയും കൂട്ടരും എന്ത് ചെയ്യാൻ പോവുകയാണ്? ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയാം, ഉപ്പുണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ ഗാന്ധിയും കൂട്ടരും
നമ്മുടെ ഗുജറാത്തിലെ ഗാന്ധിജിയുടെ ആശ്രമമായ സബർമതി ആശ്രമത്തിൽ നിന്നും ഗുജറാത്തിലെ ദന്തി കടപ്പുറത്തേക്ക് ഒരു യാത്ര തിരിക്കുന്നു കേട്ടോ. ഇവിടെ നിന്ന് സബർമതി ആശ്രമത്തിൽ നിന്നും ദന്തി, സബർമതി ടു ദന്തി എന്ന് പറയുമ്പോൾ ഏകദേശം 386 കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ. 386 കിലോമീറ്റർ, 386 കിലോമീറ്റർ, അതായത് 241 മൈൽസ് ദൂരമുണ്ട്. അത്രയും ദൂരത്തിലേക്ക് എന്താണ് ഗാന്ധിയും കൂട്ടരും ഒരു യാത്ര പോവുകയാണ്. എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ട്? ഉപ്പുണ്ടാക്കാൻ വേണ്ടി കേട്ടോ. അപ്പൊ അതില് ഗാന്ധിയുടെ കൂടെ 78 പേരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഗാന്ധിയുടെ കൂട്ടിയാണെങ്കിൽ 79, ഗാന്ധിയുടെ കൂടെ 78 പേരും ഗാന്ധിജിയുടെ കൂടി സബർമതി ആശ്രമത്തിൽ നിന്നും എങ്ങോട്ടേക്ക്? ദന്തിയിലേക്ക്. അപ്പൊ ഈ ഒരു യാത്രാമധ്യയിലാണ് നമ്മുടെ ഗാന്ധിയും കൂട്ടരും പാടിയ ഒരു ഗാനമുണ്ട്, രഘുപതി രാഘവ രാജാറാം അല്ലേ. ഈ ഒരു യാത്രയിൽ, നമ്മുടെ ദന്തി യാത്രയിൽ നമ്മുടെ ഗാന്ധിയും കൂട്ടരും പാടിയ ഗാനമാണ് ഏത്? ഈ രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്നത്. അങ്ങനെ ഗാന്ധിയും കൂട്ടരും കൂടി എങ്ങോട്ടേക്ക് യാത്ര പോയി? ദന്തി കടപ്പുറത്തേക്ക് അല്ലെ. ഈ ഒരു സംഭവമാണ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം അല്ലേ, സാൾട്ട് സത്യാഗ്രഹം അല്ലേ. ഇപ്പൊ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ ഭാഗമായി നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് ഇത് സാൾട്ട് സത്യാഗ്രഹം എന്ന് പറയുന്നത് കേട്ടോ. എന്നാണ് 1930 മാർച്ച് 12 സാൾട്ട് സത്യാഗ്രഹം ആരംഭിച്ചത് കേട്ടോ. എന്നാണ് 1930 മാർച്ച് 12 കേട്ടോ. ഇത് ഗാന്ധിയും കൂട്ടരും ദന്തിയിൽ എത്തിപ്പെട്ടപ്പോൾ, അങ്ങനെ സമർപ്പണം തിരിച്ച ടൈമാണ് മാർച്ച് 12. ഇവർ എത്തിപ്പെട്ടത് ഏകദേശം ഏപ്രിൽ 6 1930 ഏപ്രിൽ 6 ഗാന്ധിയും കൂട്ടരും ഇവിടെ എത്തിപ്പെട്ടത്. ഈ ദന്തി ഏകദേശം ഒരു 25-24 ദിവസത്തെ യാത്രയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദന്തി കടപ്പുറത്ത് എത്തുകയും ഈ ഗാന്ധിജിയും കൂട്ടരും എന്തുണ്ടാക്കും? ഉപ്പുണ്ടാക്കും കേട്ടോ. ഉപ്പുണ്ടാക്കി നിമിഷകകം ഗാന്ധിയെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യും. ഗാന്ധിയെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് മാറ്റും. അവിടെ നമ്മുടെ അടുത്ത ചോദ്യം വരുന്നത്, സാൾട്ട് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത് ഏത് ജയിലിലാണ്? അതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, ചോദിച്ചിട്ടുണ്ട്. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത് ഏത് ജയിലിലാണ്? ഏത് ജയിലെന്നറിയോ? പൂനെയിലെ ഏർവാദ ജയിലിലാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് കേട്ടോ. പൂനെയിലെ ഏർവാദ ജയിലിലാണ് സാൾട്ട് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ. ഏർവാദ ജയിൽ എവിടെയാ? പൂനെയിലെ ഏർവാദ ജയിലിലാണ് ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് എന്താക്കുന്നത്? തടവിലാക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ട്? സാൾട്ട് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടത്. ഓക്കെ. ഈ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പല മേഖലകളിൽ നടന്നതാണ് കേട്ടോ. ഇവിടെ മാത്രമല്ല, പല മേഖല. ഇപ്പം കേരളത്തിൽ ഇതേ സമയത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് എന്തായിട്ടുണ്ട്? വെന്യൂ ആയിട്ടുണ്ട് അല്ലേ. നമ്മുടെ കേരളത്തിൽ പയ്യന്നൂരായിരുന്നു ഇത് നടന്നത് അല്ലേ. നമ്മുടെ കെ കേളപ്പൻ അല്ലേ ആയിരുന്നു ലീഡർഷിപ്പ്. അതുകൊണ്ടാണ് കേരള ഗാന്ധി എന്ന് കെ കേളപ്പൻ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലേ. കേരള ഗാന്ധി ആരാ? കെ കേളപ്പൻ. അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിൽ വേദാരണ്യം എന്ന സ്ഥലത്തായിരുന്നു അവിടുത്തെ വെന്യൂ, പ്ലേസ്, വേദിയായത് അല്ലേ. അവിടെ ആയിരുന്നു ലീഡർഷിപ്പ് വേദാരണ്യ ഗാന്ധി. ആര്? സി രാജഗോപാല ആചാരി അല്ലേ. അദ്ദേഹമാണ് വേദാരണ്യ ഗാന്ധി അല്ലേ. കാരണം വേദാരണ്യത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാ? അദ്ദേഹമാണ്. കേരളത്തിൽ ആരായിരുന്നു? കെ കേളപ്പൻ. നമ്മുടെ പയ്യന്നൂരായിരുന്നു അതിൻ്റെ വേദിയായത്. ഓക്കെ. അപ്പം പല മേഖലകളിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് എന്തായിട്ടുണ്ട്? വേദിയായിട്ട്. അപ്പോൾ ഏത് വർഷമാണ് സാൾട്ട് സത്യാഗ്രഹം? 1930 മാർച്ച് 12 ഓക്കെ. അങ്ങനെ ഗാന്ധിജിയെ അവരെന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കും. ഓക്കെ. ഇതേ 1930 വേറൊരു സംഭവം നടന്നു. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടതാണ്, നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് നമ്മുടെ സൈമൺ കമ്മീഷനെ പറ്റി അല്ലേ. 1927 സൈമൺ കമ്മീഷൻ രൂപീകരിച്ചു. 28 ഇന്ത്യയിൽ വരികയും, പക്ഷേ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല, നമ്മൾ ബോയ്ക്കോട്ട് നടത്തി. അതുമായി ബന്ധപ്പെട്ട സമരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. അങ്ങനെ സൈമൺ കമ്മീഷൻ തിരിച്ച് എവിടെ പോയി? ലണ്ടനിൽ പോയി അല്ലേ. അപ്പോൾ സൈമൺ കമ്മീഷൻ എന്തിനാണ് ഇന്ത്യയിൽ അന്ന് വന്നത്? ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇന്ത്യക്കാർക്ക് എന്തൊക്കെയാണോ ചെയ്തു കൊടുക്കുക എന്നുള്ള ആശയത്തോടെയായിരുന്നു അല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തില്ല, അത് ബോയ്ക്കോട്ട് നടത്തി. അതിൻ്റെ പ്രധാന കാരണം അതിലൊരു ഇന്ത്യക്കാരൻ പോലും ഇല്ലായിരുന്നു എന്നുകൊണ്ടതാണ് അല്ലേ. അപ്പോൾ ബ്രിട്ടീഷുകാർ തീരുമാനം വെച്ചു, ഒരു കാര്യം ചെയ്യാം, ഇനി ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പോയി തിരക്കേണ്ടതില്ല, അവരൊരു കാര്യം ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറയിട്ടു. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിൽ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് സെറ്റ് ചെയ്തു കേട്ടോ. ഇന്ത്യക്കാരെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട് ലണ്ടനിൽ എന്തുണ്ടാക്കി? ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് കേട്ടോ. ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്നത് 3 റൗണ്ട് ടേബിൾ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് റൗണ്ട് ടേബിൾ
സെക്കൻഡ് റൗണ്ട് ടേബിൾ, തേർഡ് റൗണ്ട് ടേബിൾ കേട്ടോ. ഫസ്റ്റ് റൗണ്ട് ടേബിൾ 1930, സെക്കൻഡ് റൗണ്ട് ടേബിൾ 31, തേർഡ് റൗണ്ട് ടേബിൾ 32. അങ്ങനെ 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് കേട്ടോ. ഏതൊക്കെ വർഷങ്ങളിലായി? 30-ൽ ഏത് ഫസ്റ്റ് റൗണ്ട് ടേബിൾ, 31-ൽ സെക്കൻഡ് റൗണ്ട് ടേബിൾ, 32-ൽ 1932-ൽ തേർഡ് റൗണ്ട് ടേബിൾ. അങ്ങനെ റൗണ്ട് ടേബിൾ എവിടെ സെറ്റ് ചെയ്യുന്നു? എവിടെ? ലണ്ടനിൽ സെറ്റ് ചെയ്യുന്നു കേട്ടോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ 3 റൗണ്ട് ടേബിളും പങ്കെടുത്ത ഇന്ത്യക്കാരൊക്കെയാണ്? അതായത് ഈ 30, 31, 32 3 റൗണ്ട് ടേബിൾ പങ്കെടുത്ത ഇന്ത്യക്കാരെന്ന് പറയുന്നത് 2 പേരാണ് കേട്ടോ. ഒന്ന് നമ്മുടെ അംബേദ്കറാണ്, 2 നമ്മുടെ തേജ് ബഹദൂർ സപ്രു എന്ന് പറയുന്ന ഇദ്ദേഹവുമാണ് 3 റൗണ്ട് ടേബിൾ എന്ത് ചെയ്യുന്നത്? പങ്കെടുത്തത് കേട്ടോ. 3 റൗണ്ട് ടേബിളും പങ്കെടുത്ത ഇന്ത്യക്കാരൊക്കെയാണ്? ഒന്ന് അംബേദ്കറും മറ്റൊന്ന് തേജ് ബഹദൂർ സപ്രു ആണ് ഈ 3 റൗണ്ട് ടേബിൾ എന്ത് ചെയ്യുന്നത്? പങ്കെടുത്ത എന്തെന്ന് പറയുന്നത്? ഇന്ത്യക്കാരെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ റൗണ്ട് ടേബിൾ ഈ 3 വർഷങ്ങളിൽ അവിടെ എന്ത് ചെയ്തു? സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും ബ്രിട്ടീഷുകാർക്ക് ഒരു ഇതുണ്ടായിരുന്നു, ഈ റൗണ്ട് ടേബിളിൽ ആര് പങ്കെടുക്കണം? ഗാന്ധിജി പങ്കെടുക്കണം. കാരണം ഈ സമയത്താണ് ഇന്ത്യയിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ലീഡർഷിപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഗാന്ധിജിയാണ്. അപ്പോൾ ഗാന്ധിജി വേണം ഈ റൗണ്ട് ടേബിൾ എവിടെ പങ്കെടുക്കാൻ? ലണ്ടനിൽ പങ്കെടുക്കാൻ അല്ലേ. പക്ഷേ ഇവിടുത്തെ മെയിൻ വിഷയം എന്താ? ഗാന്ധിജി ഇപ്പോൾ എവിടെയാ? ഗാന്ധിജി ഇപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടല്ലേ. ഗാന്ധിജി ഇപ്പോൾ നമ്മുടെ ഏർവാദ ജയിലിൽ കിടക്കയല്ലേ അല്ലേ, നമ്മുടെ ഏർവാദ കിടക്കയല്ലേ പൂനെയിലെ അല്ലേ. അങ്ങനെ ഗാന്ധിജിയെ മീറ്റ് ചെയ്യാൻ അന്നത്തെ ഇന്ത്യയുടെ ബ്രിട്ടീഷ് വൈസ്രോയി പോകും. ആരെന്നറിയാത്ത ഈ ബ്രിട്ടീഷ് വൈസ്രോയി നമ്മുടെ ഇർവിൻ പ്രഭു ആയിരുന്നു. ആര്? ലോർഡ് ഇർവിൻ. ഇർവിൻ ജയിലിലേക്ക്, ഏർവാദ ജയിലിൽ പോകും. ആരെ മീറ്റ് ചെയ്യാൻ? ഗാന്ധിജിയെ മീറ്റ് ചെയ്യാൻ. അങ്ങനെ ആ ജയിലിൽ വെച്ച് ആരൊക്കെ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കും? ഗാന്ധിജിയും ഇർവിനും തമ്മിൽ കേട്ടോ. ഗാന്ധിജിയും ഇർവിനും തമ്മിൽ ഈ ഏർവാദ ജയിലിൽ വെച്ച് ഒരു കൂടിക്കാഴ്ച നടക്കുകയും അവിടെ വെച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു സന്ധി ഒപ്പുവെക്കും. അതാണ് ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറയും. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ. ഗാന്ധി ഇർവിൻ പാക്ട് ഏത് വർഷമാണ്? 1931 മാർച്ച് 5-നാണ് കേട്ടോ. 1931 മാർച്ച് 5-നാണ് ഗാന്ധി ഇർവിൻ പാക്ട് എന്ത് ചെയ്യുന്നത്? ഒപ്പുവെച്ചത്. ഏത് വർഷമാണ്? 31-ലാണ് കേട്ടോ. അങ്ങനെ ഈ സന്ധി പ്രകാരം ഗാന്ധിജി എവിടെ പങ്കെടുക്കാന്ന് പറയും? റൗണ്ട് ടേബിൾ. അങ്ങനെ ഗാന്ധി പങ്കെടുക്കാൻ പോകും. ഏത് വർഷം? 31. അപ്പൊ ഗാന്ധി പങ്കെടുത്തത് എത്രാമത്തെ റൗണ്ട് ടേബിളാ? സെക്കൻഡ് റൗണ്ട് ടേബിൾ. 31-ലല്ലേ. അപ്പോൾ 2ാം വട്ടമേശ കേട്ടോ. ഗാന്ധി അറ്റൻഡ് സെക്കൻഡ് റൗണ്ട് ടേബിൾ. ചോദിക്കും ഏത് റൗണ്ട് ടേബിളാണ് ഗാന്ധി അറ്റൻഡ് ചെയ്തത്? എത്രയാ? 2ാമത്തെ റൗണ്ട് ടേബിൾ. ഏത് പാക്ട് പ്രകാരം? ഗാന്ധിയും ഇർവിനും തമ്മിലുള്ള സന്ധി പ്രകാരം 31-ൽ ഗാന്ധി അവിടെ പങ്കെടുക്കും റൗണ്ട് ടേബിൾ. പക്ഷെ ഗാന്ധി പങ്കെടുത്തെങ്കിലും വലിയ കാര്യം ഉണ്ടായില്ല. കാരണം ഗാന്ധി മുന്നോട്ട് വെച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തരാൻ ആര് ഒരുക്കമല്ല? ബ്രിട്ടീഷുകാർ. അപ്പോൾ ഗാന്ധി പിന്നെ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും തിരിച്ച് റിട്ടേൺ ഇന്ത്യയിൽ വരും. പക്ഷേ ഇന്ത്യയിൽ വരുന്ന ആ നിമിഷം തന്നെ ഗാന്ധി അവരെന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്ത് വീണ്ടും ഏത് ജയിലിലേക്ക് കൊണ്ടുപോകും? ഏർവാദ ജയിലിലേക്ക് കൊണ്ടുപോകും. ഓക്കെ. ഇനി എന്താ പിന്നീട് സംഭവിച്ചതെന്ന് വെച്ചാൽ, അപ്പോഴേക്കും നമ്മുടെ 3 റൗണ്ട് ടേബിളും അങ്ങ് കഴിയും. 32 എത്ര? തേർഡ് റൗണ്ട് ടേബിളും അങ്ങ് കഴിയുകയും അപ്പോഴോ ഈ റൗണ്ട് ടേബിൾ അവിടെ വിളിച്ചുകൂട്ടി ആ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു റാംസേ മക്ഡൊണാൾഡ് കേട്ടോ. റൗണ്ട് ടേബിൾ കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് റാംസേ മക്ഡൊണാൾഡ് ആണ് കേട്ടോ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ് ആണ് ഈ 3 റൗണ്ട് ടേബിൾ എന്ത് ചെയ്ത് വിളിച്ചുകൂട്ടിയത്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മുടെ ഈ 3 റൗണ്ട് ടേബിൾ പങ്കെടുത്ത ആളല്ലേ നമ്മുടെ അംബേദ്കർ. നമ്മുടെ അംബേദ്കറിന് ഒരു അവാർഡ് കൊടുക്കും. ഒരു ഓഫറാണ്, ഒരു അവാർഡിൻ്റെ പേരാണ് കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയും. ഏതാണ്? കമ്മ്യൂണൽ അവാർഡ്. അപ്പോൾ ചോദിക്കും ഏത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത്? ആരാണ്? റാംസേ മക്ഡൊണാൾഡ്. ഏത് വർഷം? റൗണ്ട് ടേബിൾ തീരുന്ന വർഷം. ഏത് വർഷം? 1932. ആർക്കാണ് ഇത് കൊടുത്തത്? ആർക്കാ? അംബേദ്കറിനാണ്. അപ്പോൾ എന്താണ് കമ്മ്യൂണൽ അവാർഡ് എന്ന് വെച്ചാൽ, സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ ഡിപ്രസ്ഡ് ക്ലാസ്സസ്. ഇന്ത്യയിലെ ഡിപ്രസ്ഡ് ക്ലാസ്സിലുള്ള ആളുകൾക്ക് ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ്, ഒരു സെപ്പറേറ്റ് നിയോജക മണ്ഡലം കേട്ടോ. അത്
നമ്മുടെ അംബേദ്കർ ഈ റൗണ്ട് ടേബിൾ പങ്കെടുത്തത് അപ്പം ഓരോ വ്യക്തികളും ഓരോ പാർട്ടികളെ അല്ലെങ്കിൽ ഓരോ വിഭാഗക്കാരെ അല്ലെങ്കിൽ ഓരോ നാട്ടുരാജ്യങ്ങളൊക്കെ റെപ്രസെൻറ്റ് ചെയ്താണ് അവിടെ പോയിട്ടുള്ളത്. അംബേദ്കർ റെപ്രസെൻറ്റ് ചെയ്ത് പോയത് ഇന്ത്യയിലെ ഡിപ്രസ്ഡ് ക്ലാസ്സിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ. ഇന്ത്യയുടെ ഡിപ്രസ്ഡ് ക്ലാസ് ജനങ്ങൾക്ക് വേണ്ടിയാണ് അംബേദ്കർ അവിടെ പോയത്, ഈ റൗണ്ട് ടേബിൾ പങ്കെടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും അവസാനം പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡ് അംബേദ്കറിന് കൊടുത്ത ഓഫർ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഡിപ്രസ്ഡ് ക്ലാസ്സിലുള്ള ജനങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നിയോജക മണ്ഡലം എന്ന് പറയും. നമ്മുടെ ഈ ഇലക്ഷനൊക്കെ കണ്ടിട്ടില്ലേ, SC ചില മണ്ഡലത്തിൽ കണ്ടിട്ടുണ്ട്, അവിടെ SC-കാർക്ക് മാത്രമേ നിൽക്കാൻ പറ്റൂ അല്ലെങ്കിൽ ST-കാർക്ക് മാത്രമേ നിൽക്കാൻ പറ്റൂ, അങ്ങനത്തെ ഒരു ഇതാണ്. കാരണം ഇത് അംബേദ്കർ നല്ലൊരു ഉദ്ദേശത്തോടെയായിരുന്നു ചിന്തിച്ചത്. കാരണം എന്താ, ഇങ്ങനെ ഡിപ്രസ്ഡ് ക്ലാസ്സിലുള്ള ആളെയൊക്കെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കിട്ടുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവിടെ ജയിക്കുന്ന ഒരാൾ എന്താ ഈ ഒരു വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ മുൻപന്തിയിലോട്ട് വരും എന്ന ചിന്താഗതിയാണ് അംബേദ്കർ എന്ത് ചെയ്തത്, ചോദിച്ചത്. പക്ഷേ ബ്രിട്ടീഷുകാർ ഇത് വേറെ രീതിയിലാണ് എടുത്തത്. കാരണം എന്താ, ഇതെന്ന് പറയുന്നതും ഇന്ത്യയിലെ ആളുകളെ തമ്മിൽ ഒരു വേർതിരിവല്ലേ. ഓൾറെഡി നമ്മുടെ രാജ്യത്തെ മതത്തിൻ്റെ പേരിലൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഭിന്നിപ്പിച്ച് നിർത്തിയേക്കുകയാണ് ആര്, ബ്രിട്ടീഷുകാർ. ഇതും ഒരു ഭിന്നിപ്പല്ലേ. കാരണം എന്താ, ഇത് ഹിന്ദു മതത്തിലെ ജനങ്ങളെ തന്നെ എന്ത് ചെയ്യാണ്, ജാതിയുടെ പേരിൽ ഒരു വേർതിരിവ് കൊണ്ടുവരികയാണ്. അതാണ് ആരുടെ ഉദ്ദേശം, ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം അല്ലേ. പക്ഷേ അത് അംബേദ്കറിന് ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. അംബേദ്കർ എന്ത് ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഗാന്ധിജി വിവരം അറിഞ്ഞു. ഗാന്ധിജി വിവരം അറിയുകയും അംബേദ്കറിനെ കാണണമെന്ന് പറയും. അങ്ങനെ അംബേദ്കർ ഗാന്ധിജിയെ കാണാൻ എവിടെ പോവും, പൂനെയിലെ ഏർവാദ ജയിലിൽ പോവും. അങ്ങനെ ജയിലിൽ വെച്ച് അംബേദ്കറും ഗാന്ധിജിയും തമ്മിൽ ഒന്ന് കണ്ടുമുട്ടും. എന്തെയും ഒരു കണ്ടുമുട്ടുകയും ഗാന്ധിജി അംബേദ്കറിനോട് പറയും എന്ത് റിജക്റ്റ് ചെയ്യാൻ, കമ്മ്യൂണൽ അവാർഡ് റിജക്റ്റ് ചെയ്യാൻ പറയും. കമ്മ്യൂണൽ അവാർഡ് എന്ത് ചെയ്യണ്ട, വേണ്ട, അത് ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിൽ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു വേർതിരിവ് ഉണ്ടാക്കും, അതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ അവിടെ ഒരു സന്ധി ഒപ്പുവെക്കും. അതിൻ്റെ പേരാണ് പൂന പാക്ട് എന്ന് പറയും. കാരണം ഈ സംഭവം നടക്കുന്ന പൂനെയിലല്ലേ. കാരണം ഏത് ജയിലിൽ വെച്ചാ, ഏർവാദ എവിടെയാ, ഏർവാദ നമുക്കറിയാം പൂനെയിലാണ് അല്ലേ. ഏർവാദ എവിടെയാ, പൂനെയിലല്ലേ. അങ്ങനെ ആ പൂനെയിൽ വെച്ച് ഗാന്ധിജിയും നമ്മുടെ അംബേദ്കറും തമ്മിലുള്ള പൂന പാക്ട്. അപ്പോൾ പൂന പാക്ട് ഏത് വർഷം, 1932 അല്ലേ. ഇപ്പം ഗാന്ധിയെ സംബന്ധിച്ച് 31-ലും 32-ലും 2 സന്ധി ഉണ്ട് അല്ലേ. 31-ല് ഗാന്ധി ഇർവിൻ സന്ധി, ഗാന്ധി ഇർവിൻ പാക്ട്. 31, 32-ല് പൂന പാക്ട് അല്ലേ. പൂന പാക്ട് ആരൊക്കെ തമ്മിലും ചോദിച്ചാൽ ആരാ, ഗാന്ധിജിയും അംബേദ്കറും തമ്മിലായിരുന്നു. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ കേട്ടാ. അംബേദ്കർ എന്ത് വേണ്ടെന്ന് വെക്കും, കമ്മ്യൂണൽ. കാരണം ഗാന്ധി പറഞ്ഞത് കൊണ്ട് തന്നെ അംബേദ്കർ എന്ത് റിജക്റ്റ് ചെയ്യും, കമ്മ്യൂണൽ അവാർഡ് റിജക്റ്റ് ചെയ്യും. ഏത് വർഷം, 1932. ഇത് ഭയങ്കര ഈ 2 വർഷവും ഈ 31 പൂന പാക്ട്, ഈ 31-ലെ ഗാന്ധി ഇർവിൻ പാക്റ്റും 32-ലെ പൂന പാക്റ്റും ഒരുപാട് തവണ എക്സാമിന് റിപ്പീറ്റഡ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചോ, എപ്പോഴും സ്ഥിരമായി ചോദിക്കുന്ന ഒരു മേഖലയാണ് ഈ 31, 32-ലെ ഈ ഒരു സംഭവങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗാന്ധിയൻ ഇറ എന്ന് പറയുന്ന ഭാഗത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയർ ഗാന്ധിജി ലോഞ്ച്ഡ് ചമ്പാരൻ സത്യാഗ്രഹ അല്ലെ. ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷം, ചമ്പാരനാണ് ഫസ്റ്റ് സത്യാഗ്രഹം അല്ലെ. ഏത് വർഷം, 1917 അല്ലേ. 1917-ലാണ് ചമ്പാരൻ സത്യാഗ്രഹ നടന്നത് അല്ലേ. ഇമ്പോർട്ടൻ്റ്, നമുക്കറിയാം ഫസ്റ്റ് സമരമായിരുന്നു, അതുകൊണ്ട് തന്നെ അത് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അടുത്ത്, ഹു ലെഡ് ദി കോൺഗ്രസ് ഇൻ ദി സെക്കൻഡ് റൗണ്ട് ടേബിൾ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ടേബിൾ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം വർഷം 1931 അല്ലേ. എവിടെ വെച്ചാൽ നമുക്ക് റൗണ്ട് ടേബിൾ നടന്ന സ്ഥലമൊക്കെ ലണ്ടൻ, ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. ആ നയിച്ചത് സെക്കൻഡ് റൗണ്ട് ടേബിൾ ആരുടെ പോയത്, നമ്മുടെ ഗാന്ധിജി അല്ലേ. നമ്മുടെ ഗാന്ധിജി പോയത് എത്രാമത്തെ റൗണ്ട് ടേബിൾ ആണ്, സെക്കൻഡ് റൗണ്ട് ടേബിൾ. കാരണം അദ്ദേഹമാണ് ആരെ ലീഡ് ചെയ്തത്, കോൺഗ്രസ് പാർട്ടി അല്ലേ. കോൺഗ്രസ് പാർട്ടി ലീഡ് ചെയ്ത് പോയത് ആര് തന്നെയാണ്, ഗാന്ധിജി. കാരണം ഗാന്ധിജി പോയത് സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആണ്, നമ്മൾ പഠിച്ചതാണ് അല്ലേ. സിമ്പിൾ ചോദ്യം. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം MDSന് ചോദിച്ച ചോദ്യം ആ ക്വസ്റ്റ്യൻ കണ്ട, 2001 MDS. അപ്പം അടുത്ത് യെസ്, ഇത് 2-3 വട്ടം, ഇതിപ്പോൾ 2020 ഇത് 2023-ലും 2-ലും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പല ടൈപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പൂന പാക്ട് ഏത് വർഷം, 1932. 1932-ലെ പൂന പാക്ട് ഗാന്ധിജിയും ആരും തമ്മിലാണ് ഒപ്പുവെച്ചത്. പൂന പാക്ട് ആരൊക്കെ തമ്മിൽ, ഗാന്ധിജിയും ആരും തമ്മിൽ,
അംബേദ്കറും തമ്മിൽ അല്ലേ. ഇതിപ്പോൾ കണ്ട ഇർവിൻ എന്നൊരു ഓപ്ഷനൊക്കെ ഉണ്ട് അല്ലേ ഇവിടെ. പക്ഷെ ഗാന്ധി ഇർവിൻ പാക്ട് 31 അല്ലെ, അത് ഗാന്ധി ഇർവിൻ പാക്ട് 31 അല്ലെ. പക്ഷെ പൂന പാക്ട് ആരൊക്കെ തമ്മിലാ? ഗാന്ധിജിയും അംബേദ്കറും തമ്മിലാണ് 32. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വെൻ ഡിഡ് ചൗരി ചൗര ഡിഡ് ഹാപ്പൻ? അപ്പൊ കഴിഞ്ഞ MDS ചോദിച്ചതാണ് ചൗരി ചൗര. ചൗരി ചൗര ഏത് വർഷോടാ? നമുക്ക് എല്ലാ വർഷം നമുക്ക് എല്ലാ 22 ആണല്ലേ. സോ ഇവിടെ ഡേറ്റിലാണ് കളി ഇരിക്കണം അല്ലേ. നമുക്കറിയാം ചൗരി ചൗര വർഷം 22, പക്ഷെ ഡേറ്റ് എന്നാ ഫെബ്രുവരി 4. നമ്മൾ ഡേറ്റ് ഉൾപ്പെടെ അല്ലേ പഠിച്ച? 1922 ഫെബ്രുവരി 4 ചൗരി ചൗര സംഭവിച്ചത് അല്ലേ. ചൗരി ചൗര ഹാപ്പൻഡ് എന്നാണ് ഫെബ്രുവരി 4, 1900. കണ്ട ഇവിടെ കണ്ട. അപ്പൊ ശ്രദ്ധിക്കണം, എന്ത് സംഭവം പഠിച്ചാലും നമ്മൾ നോർമലി എല്ലാത്തിലും മുമ്പ് ഡേറ്റ് പഠിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ ഡേറ്റ് പഠിച്ച സാധനങ്ങളൊക്കെ എപ്പോഴും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ കണ്ട ഡേറ്റ് ഉൾപ്പെടെ ചോദിച്ചത് ഫെബ്രുവരി 4. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഗാന്ധിയൻ ഇറ, നമ്മുടെ ഗാന്ധിജിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ മൊത്തമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നമുക്ക് നെക്സ്റ്റ് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.